അഞ്ചാമതായിട്ട് വരുന്നതാണ് ഗർഭധാരണ സമയത്ത്. ഗർഭധാരണ സമയത്ത് ഈ അസുഖം കൂടുതലായി ആളുകൾ കണ്ടുവരുന്നു. 70% ആളുകളിലും ഗർഭസമയത്ത് വരുന്ന ഈ വെരിക്കോസിറ്റി സുഖപ്പെടുകയും 30% ആളുകളിൽ പ്രസവശേഷവും ഇതൊരു അസുഖമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ കൂടാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുകൂടി വെരിക്കോസ് വെയിൻ കണ്ടുവരാറുണ്ട്. അതിൽ ഒന്നാണ് വയറിൽ കാണപ്പെടുന്ന മുഴകൾ അല്ലെങ്കിൽ വളർച്ചകൾ എന്നിവ. ഇത്തരം കാരണങ്ങളെ നമ്മൾ സെക്കൻഡറി കോസസ് ഓഫ് വെരിക്കോസിറ്റി എന്നാണ് പറയുന്നത്. വയറിൽ കാണപ്പെടുന്ന ഇത്തരം മുഴകൾ വയറിൽ സമ്മർദ്ദം ചെലുത്തുകയും അതുമൂലം വെരിക്കോസിറ്റി രൂപപ്പെടുകയും ചെയ്യും. മറ്റൊരു കാരണമാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ. ഡീപ്പ് വെയിൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന സിരകളാണ്. ഇത്തരം സിരകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് കാരണം രക്തം ഇത്തരം രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ആവുകയും അത് കാരണം ഇത്തരം രക്തം ചെറിയ രക്തക്കുഴലുകളിലൂടെ പാസ് ചെയ്യുകയും ഇത്തരം ചെറിയ രക്തക്കുഴലുകൾ വീർത്ത് അവിടെ വെരിക്കോസിറ്റി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്.